ഈ ഒരു ഐറ്റം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി വെച്ചാലുണ്ടല്ലോ, കുട്ടികളോട് നിങ്ങൾ ഒരിക്കലും ചോറുണ്ണ് എന്ന് നിർബന്ധിക്കേണ്ട ആവശ്യം വരില്ല. അവർ വാരി വാരി കഴിച്ചോളും. കുപ്പി കാലിയാവണതും അറിയില്ല, കലത്തിൽ ചോറ് തീരണതും അറിയില്ല. അത്രയും ടേസ്റ്റാ. അപ്പം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക്. ഹായ്, അമല സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറി കൊണ്ടേ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും സ്വീറ്റ് അല്ലേ കഴിച്ചിട്ടുള്ളൂ, ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെറിപ്പഴം. പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഞാൻ ചെറി നന്നായി കഴുകി വാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുണ്ണാമ്പ് വെള്ളത്തിൽ ആ ചെറിയുടെ പശയും ആ ചുണപ്പ് രസമൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട്. ചിലർ കുമ്മായത്തിൻ്റെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാറുണ്ട്. ഇപ്പോൾ ചുണ്ണാമ്പാണെങ്കിലും കുമ്മായപ്പൊടി ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ചുണ്ണാമ്പ് വെള്ളത്തിലാണ് കലക്കുന്നത്. അപ്പോൾ കലക്കിയപ്പോൾ അതിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഫുള്ളായിട്ട് അലിയാത്തത് കൊണ്ട് ഞാൻ അതിനെ ഒന്നും കൂടെ ആ പൊടി ഇല്ലാതെ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് വീണ്ടും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നിറയെ വെള്ളത്തിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒന്നിച്ച് ഇട്ട കാരണമാണ് അത് കലങ്ങാതിരുന്നത്. അപ്പം ഞാൻ നന്നായി അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതേ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അപ്പം അതിന് വേണ്ടി ഒന്ന് ഇളക്കി നന്നായി അതിൻ്റെ മുകളിലൊന്ന് തിരുമ്പി കൂട്ടി വെക്കുന്നുണ്ട് ആ വെള്ളത്തിൽ. അപ്പം നമുക്ക് ഇനി വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളം തിളപ്പിച്ച് ചൂടാറുന്ന അത്രയും സമയം അത് അവിടെ ഇരുന്നോട്ടെ. അപ്പോഴേ നമ്മൾ സ്കൂളിൽ കുട്ടികൾ പോകുമ്പോഴേ ചോറ് കൊണ്ടുപോകാനായിട്ട് ഇത് കൊടുത്തു വിടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങയൊക്കെ കഴിച്ചിട്ടില്ലേ, അതേപോലെ തന്നെയാണ്. ചെറിയ ഉപ്പിലിട്ട് വയ്ക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട ചെറി നമുക്ക് നന്നായി തിരുമ്പി കഴുകിയിട്ട് കൊണ്ടുവരാം. ഒരു 3-4 തവണ നന്നായി തിരുമ്പി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ല ഉപ്പിയാണ്. ഉപ്പിയാണ് ഏറ്റവും അച്ചാറിനാണെങ്കിലും ഉപ്പിലിട്ട് വയ്ക്കാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് കഴുകിയിട്ട്. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറി 1 രൂപ പോലും ചിലവില്ലാതെ തന്നെ എത്ര ഉപകാരമുള്ള ഒരു ഐറ്റാണ് ഇത്. അപ്പോൾ പിന്നെ എന്തിനാ കേടുവരുത്തി കളയണേ? അപ്പോഴേ ഇത് ഓരോന്ന് എടുത്തിട്ട് ഉച്ചയ്ക്ക് ചോറ് പാത്രത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിട്ടാലേ അവർ ചോറ് മുഴുവൻ കഴിച്ചിട്ട് വരും, ഒന്നും ബാക്കി വെക്കില്ല. അപ്പോൾ വീട്ടിലെ പച്ചമുളക് ഉണ്ടായിരുന്നു, ചീനിമുളക്, അതും കൂടെ ഞാനിതിന് നടുമുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കണതാണെന്ന് വെച്ചാൽ നിങ്ങൾ പച്ചമുളക് യൂസ് ചെയ്യണമെന്നില്ല. വെറുതെ ഉപ്പും വിനാഗിരിയും മാത്രം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇട്ട് വെക്കുന്നതാണ് പച്ചമുളക്. മാത്രമല്ല ചോറിൻ്റെ ഒപ്പം ആ പച്ചമുളക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ആ ചെറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സുറുക്കിയാണ്, വിനാഗിരി, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെല്ലിക്ക, അരിനെല്ലിക്ക, മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് വെക്കാറില്ലേ? ലോപിക്ക, ലവലോലിക എന്ന് പറയില്ലേ, അതൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നില്ലേ? അതേപോലെ തന്നെ നമുക്ക് ഈ ചെറിയും ഉപ്പിലിട്ട് വെക്കാം, നല്ല ടേസ്റ്റാ. അപ്പം ഇതുവരെ ഇത് ചെറിപ്പഴം ഉപ്പിലിട്ട് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. വലിയവരും കഴിക്കും, കുട്ടികളും കഴിക്കും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചെറിയ ഉപ്പിലിട്ടത്. അപ്പോൾ അതിൻ്റെ ചുണ പോവാനാണ് നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിലോ കുമ്മായപ്പൊടിയിലോ ഇട്ട് വെക്കാൻ പറയുന്നത്. അപ്പം ഇതൊന്ന് വേഗം പാകം വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെറിയുടെ മുകളിൽ പപ്പടക്കമ്പി കൊണ്ട് ഒന്നൊരു ഹോള് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ ആ വെള്ളത്തിനുണ്ടല്ലോ ചെറുതായിട്ട് ചൂടുണ്ടായിക്കോട്ടെ കേട്ടോ. ഒരുപാട് ചൂടാറണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാങ്ങയുടെ പോലെ നെല്ലിക്കയുടെ പോലെ ഒന്നല്ല, ഇത് ഭയങ്കര ഹാർഡായിരിക്കും കുറച്ച് അല്ലേ. അപ്പോൾ പെട്ടെന്ന് അതൊന്ന് ഉപ്പൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ചൂടുവെള്ളം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. അതായത് ചെറിയ ചൂട്. അപ്പം തീരെ തണുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആവില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പപ്പടക്കമ്പി കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് പാകമായി വന്നാലുണ്ടല്ലോ കുപ്പി കാലിയാവണത് അറിയില്ല, കലത്തിൽ ചോറ് തീരണതും അറിയില്ല. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ചെറിയ ഉപ്പിലിട്ടതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ കുട്ടികളോട് ഒരിക്കലും ചോറുണ്ണാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കേണ്ട ഒരാവശ്യം വരില്ല കേട്ടോ. അവർ വേഗം വേഗം വാരി വാരി കഴിച്ചോളും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.